ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ട്രംപ് സർക്കാരിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ പോകുന്നത് ഇലോൺ മസ്കിനാണ് എന്ന കാര്യം വ്യക്തമാണ്. ട്രംപ് സർക്കാരിലെ സുപ്രധാനമായ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് തന്നെ ഇലോൺ മസ്ക് ആണ്. എന്നാൽ ട്രംപ് മസ്ക് ബന്ധം തകരുമെന്ന പ്രവചനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടൈം ട്രാവലർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഡ്രൂ കുഡ്സിയാണ് ട്രംപും മസ്കും പിരിയുമെന്ന് പ്രവചിച്ചിരിക്കുന്നത്. നിലവിൽ വളരെ സ്നേഹത്തിലാണെങ്കിലും ഏതാനും മാസങ്ങൾ കൊണ്ട് ഇരുവരുടെയും ബന്ധം അവസാനിക്കുമെന്നാണ് പ്രവചനം. കോവിഡ് മഹാമാരി ഉൾപ്പെടെ ഡ്രൂ കുഡ്സ് പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ട്രംപിന്റെ കാര്യക്ഷമതാ വിഭാഗത്തിലാണ് മസ്കിനെ നിയമിച്ചിരിക്കുന്നത്. എന്നാൽ ട്രംപുമായി യോജിച്ച് പ്രവർത്തിക്കാനാവാത്ത വിധം ഇവർക്കിടയിൽ ഭിന്നതയുണ്ടാകുമെന്നും ട്രംപ് മസ്കിനെ പുറത്താക്കുമെന്നും പ്രവചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ട്രംപ് ആണോ മസ്ക് ആണോ ശരിക്കും പ്രസിഡന്റ് എന്ന പരിഹാസം അടുത്തിടെ തന്നെ ഉയർന്നു വന്നതാണ്. പരിഹാസത്തിന് മറുപടിയുമായി ട്രംപ് തന്നെ രംഗത്ത് വന്നിരുന്നു. മസ്ക് ഒരിക്കലും പ്രസിഡന്റ് ആവില്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. കാരണം മസ്ക് ജനിച്ചത് അമേരിക്കയിലല്ല. അതേസമയം മസ്കിനെ ഒരിക്കലും ട്രംപ് തള്ളിക്കളഞ്ഞിട്ടുമില്ല. പ്രചരണ സമയത്ത് തന്നെ ട്രംപിന് പിന്തുണയുമായി മസ്ക് രംഗത്തുണ്ടായിരുന്നു. മസ്കിൽ നിന്നും വലിയ രീതിയിലുള്ള സഹായം തന്നെ ട്രംപിന് ലഭിക്കുകയും ചെയ്തതാണ്. US പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ട്രംപ് മസ്കിനെ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. സൂപ്പർ ജീനിയസ് എന്നാണ് മസ്കിനെ വിശേഷിപ്പിച്ചത്. തുടക്കം മുതൽ തന്നെ മസ്കിനുള്ള പ്രാധാന്യവും വ്യക്തമായതാണ്. മസ്ക് സർക്കാർ കാര്യക്ഷമതയുടെ പുതിയ വകുപ്പിന്റെ തലവനാകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അധിക നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കുക, പാഴ്ചിലവുകൾ നിയന്ത്രിക്കുക എന്നിവ വകുപ്പിന്റെ ചുമതലയിൽപ്പെടുന്നു. സർക്കാരിന്റെ ചിലവ് കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് ട്രംപിന്റെ തീരുമാനം. അതേസമയം $400 ബില്യൺ ആസ്തിയുള്ള ആദ്യ വ്യക്തി എന്ന നാഴികക്കല്ല് കൈവരിച്ചുള്ള മസ്കിനെ കുറിച്ചുള്ള പുതിയ വാർത്തകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ട്രംപിന്റെ പ്രധാന വസതിക്ക് അടുത്താണ് മസ്ക് താമസിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള ഡൊണാൾഡ് ട്രംപിന്റെ എക്സ്ക്ലൂസീവ് എസ്റ്റേറ്റായ മാർ എ ലോഗോയുടെ ഗ്രൗണ്ടിൽ ഒരു കോട്ടേജ് വാടകയ്ക്കെടുത്താണ് മസ്ക് താമസിക്കുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. സന്ദർശകർ അവിടെ നിന്ന് പോകുമ്പോൾ മൊത്തം വാടക ഒരുമിച്ച് നൽകുന്നതാണ് രീതി. എന്നാൽ മസ്ക് എത്ര രൂപ നൽകും എന്ന് ഇതുവരെയും വ്യക്തമല്ല. മസ്കിന്റെ താമസത്തിന്റെ കൃത്യമായ ചിലവും വാടകയ്ക്കായി ട്രംപ് എന്തെങ്കിലും സാമ്പത്തിക ക്രമീകരണങ്ങൾ വരുത്തുമോ എന്നതും വ്യക്തമായിട്ടില്ല. ട്രംപിന്റെ ഭരണത്തിൽ മസ്കിന് അമിതമായ പ്രാധാന്യം കിട്ടുന്നുണ്ടെന്ന ചർച്ചകൾക്കിടയിലാണ് ഈ റിപ്പോർട്ട്. പ്രസിഡന്റ് മസ്ക് ആയിരിക്കുമോ എന്ന ചോദ്യങ്ങളും ഇതിനിടയിൽ ഉയരുകയാണ്.